ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വെൻറ്റിലേറ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ മോഡ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബേസിക് ആയിട്ടുള്ള മോഡ്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെൻറ്റിലേറ്ററിൻ്റെ ടെർമിനോളജിയാണ്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ടെർമിനോളജി നമ്മൾ പറഞ്ഞത് വളരെ ബേസിക് ആയിട്ടുള്ള ടേംസാണ്. ഇനിയും കുറച്ച് ടേംസ് വരാണ്ട് അത് നമ്മൾ വഴിയെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് മോഡ്സ് ഏതൊക്കെയാണ് പറയാൻ നോക്കുന്നത് വെച്ചാൽ CPAPും BIPAPും. CPAP എന്ന് പറഞ്ഞാൽ നമ്മൾ വെൻറ്റിലേറ്ററിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു മോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വെൻറ്റിലേഷൻ എന്നുള്ള രീതിക്ക് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രഷർ കൊടുക്കുന്നത്. CPAP എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ, അതാണ് CPAPൻ്റെ ഫുള്ള്. അപ്പോൾ ഒരു പേഷ്യൻറ്റിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്പിരേഷൻ സമയത്തും എക്സ്പിരേഷൻ സമയത്തും കണ്ടിന്യൂസ് ആയിട്ടൊരു ഫ്ലോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് CPAP എന്ന് പറയാം. അപ്പോൾ ഒരു ഫ്ലോ ആയിരിക്കും ഉണ്ടാവുക, അതിൽ മാറ്റമോ പേഷ്യൻ്റ് ഇൻഹെയിൽ ചെയ്യുന്നു എക്സെയിൽ ചെയ്യുന്നു ഒക്കെ ഒന്നും നമ്മൾ ആൾട്ടർ ചെയ്യുന്നില്ല. നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഫ്ലോ അങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ CPAP എന്ന് പറഞ്ഞത്. അപ്പോൾ CPAP ഒരു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 cm H2O വാട്ടർ പ്രഷർ കണ്ടിന്യൂസ് ത്രൂ ഔട്ട് എപ്പോഴൊക്കെയാണ് മെഷീൻ ഓൺ ആക്കിയിരിക്കുന്ന സമയം മുതൽ ഓഫാക്കുന്ന സമയം വരെ അത്രയും നമുക്ക് 5 cm H2O പ്രഷർ മാത്രമായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ പ്രഷർ ലെവലൊന്ന് ഉയർത്തും. അപ്പം പേഷ്യൻ്റ് സാച്ചുറേഷൻ കയറും. അതാണ് ഇതിൽ നമുക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിനായിട്ടൊരു സാച്ചുറേഷൻ കയറുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ FiO2 പീപ്പുമാണ്. ഈ പീപ്പും CPAPും ഏറെക്കുറെ സെയിം ആയിട്ട് വരും. പീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ എയർവേയിൽ നമ്മളെ ആൽവിയോള് ഓപ്പൺ ആക്കി വെക്കാനാണ്. ആൽവിയോള് മാക്സിമം ഓപ്പൺ ആക്കി വെക്കുമ്പം എയർവേ റിക്രൂട്ട്മെൻറ്റ് കൂടും. അതേ സെയിം അവസ്ഥയാണ് നമ്മൾ CPAPിലും കാണുന്നത്. CPAP പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ കൊടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ആൽവിയോള മാക്സിമം ഓപ്പൺ ആവുന്നു. അപ്പോൾ പേഷ്യൻ്റ് സാച്ചുറേഷൻ കയറുന്നു. അതാണ് ഈ മോഡ്. അപ്പോൾ അടുത്ത മോഡ് എന്ന് പറഞ്ഞാൽ BIPAP ആണ്. BIPAP എന്ന് പറഞ്ഞാൽ ബൈ ലെവൽ പോസിറ്റീവ് എയർവേ പ്രഷർ. അതിൽ നമുക്ക് 2 പ്രഷർ ലെവൽ ഉണ്ടാവും. ഇൻസ്പിരേഷൻ സമയത്ത് ഒരു പ്രഷർ ലെവലും എക്സ്പിരേഷൻ സമയത്ത് വേറൊരു പ്രഷർ ലെവലും. അപ്പോൾ ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ വലിക്കുക, എക്സ്പിരേഷൻ നോർമൽ, ബേസിക് ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇൻസ്പിരേഷൻ സമയത്ത് ഒരു പ്രഷർ ലെവലും എക്സ്പിരേഷൻ സമയത്ത് ഒരു പ്രഷർ ലെവലും. അപ്പോൾ ഇത് നമ്മൾ BIPAP ഒരു വെൻറ്റിലേറ്റർ അല്ലെങ്കിൽ BIPAP മെഷീൻ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 2 പാരാമീറ്റേഴ്സ് മസ്റ്റാണ്. അപ്പോൾ EPAP എന്ന് പറഞ്ഞാൽ എക്സ്പിരേറ്ററി പോസിറ്റീവ് എയർവേ പ്രഷർ. എക്സ്പിരേഷൻ സമയത്ത് നമ്മൾ സെറ്റ് ചെയ്യേണ്ട പ്രഷർ അത് ജനറലി ലോ പ്രഷറായിരിക്കും. IPAP എന്ന് പറഞ്ഞാൽ ഇൻസ്പിരേറ്ററി പോസിറ്റീവ് എയർവേ പ്രഷർ, അത് ഹൈ പ്രഷറായിരിക്കും. അപ്പോൾ പേഷ്യൻ്റ് എക്സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോ പ്രഷറിൽ മെയിൻറ്റെയിൻ ആവും. ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൈ പ്രഷർ. അപ്പോൾ ആ പ്രഷർ ഡിഫറൻസ് ആണ് നമുക്ക് നോർമലായിട്ടൊരു പ്രഷർ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇവർ വെൻറ്റിലേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ 2 മോഡിൽ BIPAP മോഡാണ്. മറ്റേത് സാച്ചുറേഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. വെൻറ്റിലേഷൻ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ടൈഡൽ വോളിയം അച്ചീവ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ 2 മോഡിൽ BIPAP മോഡാണ് നമ്മൾ യൂസ് ചെയ്യാം. പിന്നെ CPAP നമ്മൾ യൂസ് ചെയ്യുന്നത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്നുള്ള കണ്ടീഷനുണ്ട്. അതിനാണ് നമ്മൾ CPAP യൂസ് ചെയ്യുന്നത്. അതായത് ഉറങ്ങുന്ന സമയത്ത് പേഷ്യൻ്റ് ബ്രീത്ത് എടുക്കാൻ കഴിയാത്തൊരു മെഡിക്കൽ കണ്ടീഷനാണ്. അപ്പോൾ അതിനാണ് നമുക്ക് CPAP ഉപയോഗിക്കുന്നത്. ഇത് BIPAP എന്ന് ഞാൻ പറഞ്ഞ വെൻറ്റിലേഷനും സാച്ചുറേഷനും ബോത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അധികം NIV മോഡാണ്. NIV എന്ന് പറഞ്ഞാൽ നോൺ ഇൻവേസീവ്. അതായത് പേഷ്യൻ്റ് നമ്മൾ മാസ്ക് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുന്നത്, ഇൻറ്റുബേറ്റ് ചെയ്യാതെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മോഡ്സാണ് ഇത് വരുന്നത്, CPAPും BIPAPും. അപ്പോൾ BIPAP ഞാൻ പറഞ്ഞു ഇൻസ്പിരേറ്ററി പോസിറ്റീവ് എയർ പ്രഷറും എക്സ്പിരേറ്ററി പോസിറ്റീവ് എയർ പ്രഷറും. എക്സ്പിരേറ്ററി എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് എക്സെയിൽ ചെയ്യുന്ന സമയത്തുള്ള ഒരു പ്രഷർ ലെവൽ. ഇൻസ്പിരേറ്ററി എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഇൻഹെയിൽ ചെയ്യുന്ന സമയത്തുള്ള ഇത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ആ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഗ്രാഫ് നോക്കാം. ഇത് നമ്മൾ പ്രഷർ ടൈം ഗ്രാഫാണ്. അപ്പോൾ ഇവിടെ 0 ഉണ്ടാവും. പ്രഷർ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് CPAPൻ്റെ ആദ്യം അതിൻ്റെ പ്രഷർ ടൈം ഗ്രാഫ് നോക്കാം. എന്ന് പറഞ്ഞാൽ CPAP എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു എലിവേറ്റഡ് പ്രഷർ ലെവലാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനൊരു 5 cm H2O പ്രഷറാണ് CPAPന് കൊടുത്തത് ആണോ. അപ്പോൾ 5 നമുക്ക് ഈ 0 എന്നുള്ളത് 5ലേക്ക് എലിവേറ്റഡ് ആവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുക. കണ്ടിന്യൂസ് ആയിട്ട്
ഒരു പേഷ്യൻ്റെ ഇൻസ്പിരേഷനോ എക്സ്പിരേഷനോ ഒന്നും മെഷീന് വിഷയമല്ല. ജസ്റ്റ് ഒരു എലിവേറ്റഡ് പ്രഷർ അങ്ങ് കൊടുക്കും, അതാണ്. അപ്പോൾ ഈ ചെറിയൊരു ഇതുണ്ടാവും. നേർക്ക് നമ്മൾ ഗ്രാഫൊക്കെ ജനറലായിട്ട് നമ്മളൊരു തിയറി ബുക്കിലൊക്കെ കാണുമ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ ആയിരിക്കും. ഇവിടെ ടൈമും ഇവിടെ പ്രഷറും കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇങ്ങനെ ലൈൻ ഉണ്ടാവാം. പക്ഷേ റിയലായിട്ട് നമ്മൾ വെൻറ്റിലേറ്ററിലൊക്കെ മെഷർ ചെയ്താൽ ഇങ്ങനെ ഒരു കർവ് വന്നു. ഈ സമയത്തെന്ന് പറഞ്ഞാൽ ഈ കർവ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് അവിടെയൊക്കെ ഇൻഹെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പ്രഷർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വരും. അതാണ് ഇങ്ങനെ കർവ് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഇത്രയും പ്രഷർ എന്തായി, എലിവേറ്റഡായി. അപ്പം പേഷ്യൻ്റ് എയർവേ മാക്സിമം ഓപ്പൺ ആയിട്ടിരിക്കും. പിന്നെ അങ്ങനെയാണ് സാച്ചുറേഷൻ കാണുന്നത്. പിന്നെ അതേപോലെ ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഞാൻ നേരത്തെ പറഞ്ഞ ആ കണ്ടീഷനിലും ഇത് വളരെ ഹെൽപ്പ് ആകുന്നുണ്ട്, ഈ എലിവേഷൻ. ഇപ്പോൾ 0 എന്ന് പറഞ്ഞ ടൈമിലും 5 cm, അതായത് സ്റ്റാർട്ടിങ്ങിലും 5, പിന്നെ ഇങ്ങനെ പോയിട്ട് 5, 10, ഇപ്പോൾ ഒരു 15, 10 അങ്ങനെ ഓരോ മിനിറ്റ് ആണെന്ന് വിചാരിച്ചാൽ ഏതൊക്കെ 5 മിനിറ്റ് കഴിഞ്ഞാലും ഇത്ര തന്നെ ആയിരിക്കും, 15 മിനിറ്റ് കഴിഞ്ഞാലും ഇത്ര തന്നെ ആയിരിക്കും. അതാണ് ബേസിക്. ഈ മെഷീൻ ഓണാക്കി ഓഫാക്കുന്ന വരെ ഈ 5 cm H2O ഇത്. അപ്പോൾ എന്താ, പേഷ്യൻറ്റിനെ ഇങ്ങനെ ചുക്കി ചുളിഞ്ഞിരിക്കുന്ന ഒരു ആൽവിയോളാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിൽ നമ്മൾ 5 cm H2O കണ്ടിന്യൂസ് ഒരു പ്രഷർ എടുക്കുമ്പോൾ ആൽവിയോള മാക്സിമം എന്തായി, ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ആൽവിയോളിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് മാക്സിമം എന്താണ് ഗ്യാസ് എക്സ്ചേഞ്ചിൽ പങ്കെടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ആവുന്നത്. അപ്പോൾ ഇനി അത് ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ, ബേസിക്കാണ് CPAP. പിന്നെ അതേപോലെ ബൈപ്പാപ്പും കൂടെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ പ്രഷറിൻ്റെ ടൈമിൻ്റെയും ഗ്രാഫ് വരച്ചു. അപ്പോൾ ഈ ഗ്രാഫിൽ നമുക്ക് പേഷ്യൻ്റ് എക്സൈൽ ചെയ്യുന്ന സമയത്ത് EPAP, ഇതാണ് എക്സൈൽ ചെയ്യുന്നത്. പേഷ്യൻ്റ് എക്സൈൽ ചെയ്യുന്നത് ഫസ്റ്റ് ഇതെടുക്കുന്നില്ല. പിന്നെ ഒരു നെഗറ്റീവ് കർവ് കാണാറുണ്ട്. നെഗറ്റീവ് കർവിൽ അതിൽ പേഷ്യൻ്റ് ട്രിഗർ ചെയ്യാമെന്നാണ് അതിന് മീനിങ്. അപ്പോൾ ഏതൊരു പ്രഷർ ടൈം ഗ്രാഫിലും നെഗറ്റീവ് കർവ് കാണുമെങ്കിൽ ജനറലി അതൊരു പേഷ്യൻ്റ് ട്രിഗറാണ്, പേഷ്യൻ്റ് ഇൻസ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നു, ആണ് മീനിങ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഹയർ ലെവലിൽ കയറുന്നു. ഇതാണ് നമ്മുടെ ബൈപ്പാപ്പിൻ്റെ ഗ്രാഫ് വരുന്നത്. ഇവിടെ എന്തായി, ഇവിടെ IPAP ഇൻസ്പിറേറ്ററി പോസിറ്റീവ് എയർവേ പ്രഷറും ഇവിടെ എക്സ്പിറേറ്ററി പോസിറ്റീവ് എയർവേ പ്രഷറും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ EPAP ഏറെക്കുറെ CPAPനും PEEPനും തുല്യമാണ്. ജനറലായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. EPAP എന്ന് പറഞ്ഞാൽ ബേസ് ഫ്ലോ എക്സ്പിറേഷൻ സമയത്ത് എന്താണ്, എത്രയാണോ നമ്മുടെ പ്രഷറുള്ളത് അതാണ് EPAP. അപ്പോൾ ഇത്രയും പാർട്ടില്ലേ, ഇവിടെ പേഷ്യൻ്റ് ട്രിഗർ ചെയ്തു, നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്രയും ഈ ലെവലിലേക്ക് നമ്മുടെ പ്രഷർ കൂടും. അപ്പോൾ ഇതൊരു നമ്മൾ 5 കൊടുത്തു, 15 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 15 ഇത് 5. അപ്പോൾ ഇത്രയും ഈ ഡിഫറൻസ് ഇല്ലേ, ഇതാണ് നമ്മൾ ജനറലായിട്ട് പ്രഷർ സപ്പോർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എത്രയാണ് പ്രഷർ സപ്പോർട്ട് കിട്ടുന്നത്. ഈ പ്രഷർ സപ്പോർട്ടിനനുസരിച്ചാണ് നമുക്ക് പേഷ്യൻറ്റിൽ ടൈഡൽ വോളിയം VT ഡെലിവർ ആവുന്നത്. ആ VT ഡെലിവർ ആകുമ്പം നമുക്ക് എന്ത് ചെയ്യും, മിനിറ്റ് വോളിയം കൂടും. മിനിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ ടൈഡൽ വോളിയം ഇൻറ്റു റെസ്പിറേറ്ററി റേറ്റ്, അതാണ് മിനിറ്റ് വോളിയം. ഈ മിനിറ്റ് വോളിയത്തിന് സ്പെസിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ CO2 റിമൂവൽ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിനിറ്റ് വോളിയം കൂടുതലാക്കി ഇടുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വെൻറ്റിലേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് പറയാൻ കാരണം ഇതാണ്. CO2 റിമൂവൽ മിനിറ്റ് വോളിയം കൂടിക്കഴിഞ്ഞാൽ CO2 റിമൂവൽ കൂടും. അതാണ് നമുക്ക് ഏറ്റവും ബേസായിട്ട് പറയാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഇപ്പം എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ വേറെ ഏതും PSV മോഡായാലും PSV മോഡിലൊക്കെ നമ്മൾ പ്രഷർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ PEEPൻ്റെ മുകളിലാണ് പറയാറ്. ഇതിൽ IPAPും ഈ PSും സെയിം അല്ല, അത് ശ്രദ്ധിക്കണം. IPAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പിറേറ്ററി ടൈമിലുള്ള മാക്സിമം പ്രഷർ ലെവലാണ്. അപ്പോൾ നമുക്ക് PSV മോഡ് നമുക്ക് അടുത്ത ഇതിൽ പറയാം. PSV മോഡിൽ നമ്മൾ പ്രഷർ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് PEEPൻ്റെ മുകളിലേക്കാണ് നമുക്ക്, അതായത് PS 10 എന്ന് പറഞ്ഞാലും IPAP 10 എന്ന് പറഞ്ഞാലും സെയിം അല്ല, അത് ആദ്യം മനസ്സിലാക്കണം. ജനറലായിട്ട് ഇങ്ങനെ മിസ്റ്റേക്ക്സ് പറയാറുണ്ട്. അപ്പോൾ IPAP മൈനസ് EPAP ആണ്
PS, പ്രഷർ സപ്പോർട്ട്. അപ്പോൾ ഇങ്ങനൊരു റിലേഷനൊന്നുമില്ല, പക്ഷേ ജനറൽ ഇതാണ്, നമുക്ക് മോണിറ്ററിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതാണ്. IPAP മൈനസ് EPAP ആണ് നമ്മുടെ പ്രഷർ സപ്പോർട്ട്. ഇത് മാക്സിമം എത്രയാണോ മാക്സിമം പോകുന്ന ഈ IPAPൻ്റെ മുകൾക്ക് പ്രഷർ കയറില്ല. പക്ഷേ നമ്മൾ PSC മോഡ് അടുത്ത ക്ലാസ്സിലും പറയുമ്പോൾ എന്താണ് ഈ PS എന്ന് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ജനറലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഞാൻ പറഞ്ഞു ഇത് സാച്ചുറേഷനാണ്. ഈ EPAP സാച്ചുറേഷൻ ഹെൽപ്പ് ചെയ്യുകയാണ്. EPAP മാത്രമല്ല, EPAPും FiO2 ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ്റെ ഇൻസ്പയർഡ് ഓക്സിജൻ്റെ അളവും EPAPുമാണ് സാധാരണ സാച്ചുറേഷൻ. അപ്പോൾ നമ്മുടെ പേഷ്യൻ്റ് സാച്ചുറേഷൻ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം പ്രഷർ സപ്പോർട്ട്, അതായത് IPAP കൂട്ടിയിട്ട് കാര്യം ഉണ്ടാവില്ല, EPAP വേണ്ടി വരും കൂട്ടാൻ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പേഷ്യൻ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് 5 EPAP 5ഉം IPAP എന്തുമാണ് 15ഉമാണ്. ഈ പേഷ്യൻറ്റിന് നമുക്ക് സാച്ചുറേഷൻ ഫാളുണ്ട്. അപ്പോൾ ഒരു 90 ഒക്കെ ഉള്ളൂ, അല്ലെങ്കിൽ അതിൽ താഴെയാണ് സാച്ചുറേഷൻ. നോർമലായിട്ടുള്ള സാച്ചുറേഷനിലും കുറവാണ്. അപ്പോൾ നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റുന്നതെന്നാണ് EPAP ആണ്. EPAP നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞത് EPAPും FiO2 ആണ് സാച്ചുറേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ പോകുന്നത് നമുക്ക് സാച്ചുറേഷൻ പ്രശ്നം മാത്രമാണുള്ളത്. CO2 റിമൂവൽ കറക്റ്റായിട്ട് ABGയിൽ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, EPAP വാല്യൂ നമുക്ക് കൂട്ടാം. 7ഓ 8ഓ കൂട്ടാം. 7 ഇട്ടു. അപ്പോൾ നമുക്ക് IPAP എത്ര വെക്കണം, 15 വെച്ചാൽ പോരായിരിക്കും. കാരണം നമുക്ക് പ്രഷർ സപ്പോർട്ട്, ആ നേരത്തെ ഉള്ള പ്രഷർ സപ്പോർട്ട് പേഷ്യൻറ്റിന് ഓക്കെ ആയിരുന്നു. അതാണ് നമുക്ക് ABG എന്ന് മനസ്സിലായത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് IPAP എന്ത് ചെയ്യണം, കൂട്ടേണ്ടി ആയിട്ടിട്ടു. നമ്മളിവിടെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, എൻ്റെ മുന്നത്തെന്ന് പറഞ്ഞാൽ 5ഉം 15ഉം 10 ആണ് നമ്മുടെ പ്രഷർ സപ്പോർട്ട്. അപ്പോൾ ഇതിലും നമുക്ക് 10 ഡിഫറൻസ് വേണം, എന്നാലേ നേരത്തെ കണ്ടീഷനിൽ CO2 റിമൂവൽ നടക്കുകയുള്ളൂ. നമുക്ക് സാച്ചുറേഷൻ മാത്രം പ്രശ്നമുള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ 15ഉം 7 + 10 17 വേണം IPAP വെക്കാൻ. ഇപ്പോഴാണ് നമുക്ക് നമ്മൾ പേഷ്യൻറ്റിനെ ഓക്സിജനേഷൻ ഫാക്ടർ, പേഷ്യൻറ്റിനെ ഓക്സിജനേഷൻ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ SpO2 കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക്കായിട്ട് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഇതേപോലെ സെയിം കണ്ടീഷൻ തന്നെ പേഷ്യൻറ്റിന് CO2 റിമൂവലാണ് കാര്യമായിട്ട് നടക്കാതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ സപ്പോർട്ട് കൂട്ടേണ്ടി വരും. അപ്പോൾ IPAP അതിനനുസരിച്ച് കൂട്ടാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള പറയാനുള്ളത്. ബാക്കി അടുത്ത മോഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.